ഒരു കാരണവശാലും ശ്യാമ ഇങ്ങനെയൊന്നും പെരുമാറില്ല. അമൃത മാഡം, അതെ, എത്രയും പെട്ടെന്ന് ഫോൺ ശ്യാമ മാഡത്തിന്റെ കയ്യിൽ കൊടുക്ക്. രാധിക സംസാരിച്ചോളും, അമ്മയെന്ന് വിളിച്ചോളും. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ അങ്ങോട്ട് വന്നോളാം. ഞാൻ കൂടെപ്പുറപ്പായിട്ടും അമ്മയായിട്ടൊക്കെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ബാധ്യതയുടെയും പേരിലല്ല, ഒരു സെലിബ്രിറ്റിയുടെ കൂടെ നിൽക്കുന്നുള്ള അഭിമാനം കൊണ്ടുമല്ല. എപ്പോഴും മനസ്സിലങ്ങ് കേറിയിരുന്നിട്ട് പതുക്കെ പതുക്കെ എന്റെ പ്രാണൻ തന്നെ ആവുമായിരുന്നു. നീ അറിയോ അത്? എടുത്തി ഇന്നലെ രാത്രി മുതൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാ ശ്യാമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാ എന്റെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നതൊന്നും ധിക്കരിച്ച് ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ശ്യാമയെ ധിക്കരിക്കുക. ഞാൻ ശ്യാമയെ വിടില്ല, എങ്ങോട്ടും വിടില്ല. എടുത്തി മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ വെച്ചോണ്ടാ സംസാരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയില്ല. ഇന്നലത്തെ പോലെ, അതിനു മുമ്പത്തെ ദിവസം പോലെ ഒരു സാധാരണ ദിവസം, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ ഈ യാത്ര ഞാൻ നേരത്തെ എടുത്തിയോട് പറഞ്ഞില്ല. സാധാരണ അങ്ങനെയല്ല. ഇതെന്തോ പറയണ്ടെന്ന് എനിക്ക് തോന്നി. അല്ലാതെ ശ്യാമ ഈ സ്നേഹം മറന്നിട്ടൊന്നുമില്ല കേട്ടോ. ശ്യാമയ്ക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും വീണ് മരിച്ചു പോകുമ്പോ നെഞ്ചിലടക്കി പിടിച്ച കുറെ ഓർമ്മകൾ കൊണ്ടുപോകുമ്പോ അതിലെന്റെ എടുത്തി ഉണ്ടാവും. എന്നെ എടുത്തി തടയരുത്. അത് ഈ അനുജത്തിയുടെ അപേക്ഷയാ. എടുത്തി ചെല്ല്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ചെല്ല്. വരുൺ, അമ്മയെ വിളിച്ച് ക്ഷേത്രത്തിലേക്ക് വരാൻ പറയട്ടെ. പറയേ. എടോ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിലല്ലാതെ നിനക്ക് എങ്ങനെ ഒന്നിക്കാൻ പറ്റുന്നേ? ഫോൺ സ്വിച്ച് ഓഫാ. അതിനെന്താ, അമൃതയോടെ തന്നെ വിളിച്ചാ പോരെ? ഹലോ. ഹലോ അമൃത മാഡം, ഞാൻ ശ്യാമ മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവിടെ ഉണ്ടോ? ശ്യാമ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. വരുൺ എവിടെയാ മോളെ? വരുൺ എൻ്റെ അടുത്തുണ്ട്. വരുണിനൊന്ന് ഫോൺ കൊടുക്കോ? ഹലോ. അമൃത മാഡം, എന്താ? വരുൺ, എനിക്ക് ശ്യാമയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. എന്താ? രാവിലെ ഞാൻ അടുത്ത വീട് വരെ ഒന്ന് പോയിരിക്കുമായിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കും ശ്യാമ റെഡിയായിട്ട് നിൽക്കുക.
എങ്ങോട്ട് പോവാന്ന് ചോദിച്ചിട്ട് അവള് പറയുന്നുമില്ല. ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് അത് നിഷേധിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി മുതൽ മൊത്തത്തിലൊരു മാറ്റവാ. രാധിക ഇവിടുന്ന് പോയതിനു ശേഷം അഖിൽ സാറിന്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് കരയുമായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു അഡ്വക്കേറ്റ് വന്നു. ശ്യാമയുടെ വിൽപത്രം എഴുതാൻ ശ്യാമ വിളിപ്പിച്ചാണെന്നാ പറഞ്ഞത്. ശ്യാമ അതിൽ സൈൻ ചെയ്യുകയും ചെയ്തു. എന്തൊക്കെയാ അമൃത ഇവിടെ ഈ പറയുന്നത്? എന്നിട്ട് ആ വിൽപത്രം എന്നെ ഏൽപ്പിച്ചു. ഇപ്പതേ പോകുന്നതിന് മുമ്പ് ആഭരണ പെട്ടിയെടുത്ത് അത് രാധികയെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു വരുൺ. ശ്യാമ എന്തോ മനസ്സിൽ തീരുമാനിച്ചതുപോലെ. രാധിക ശ്യാമയെ അമ്മയെ അംഗീകരിച്ചില്ല എന്നുള്ള ഒറ്റ തോന്നല് മതി. ശ്യാമ സ്വയം ജീവിതം അവസാനിപ്പിക്കും. അമൃത മാഡം, ഞാനിപ്പോ അമ്മയെ നിഷേധിച്ചു പോന്നെങ്കിലും അത് കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഓർത്തപ്പോ അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെന്ന് എനിക്ക് ബോധ്യായി. ഞങ്ങൾ രണ്ടുപേരും റെഡിയായിട്ട് നിൽക്കുക. എന്തിനാണെന്നറിയോ? കൃഷ്ണക്ഷേത്രത്തിലേക്ക് അമ്മയെ വിളിപ്പിച്ച് അവിടെ വെച്ച് എന്റെ അമ്മയായതില് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. മോളെ, ഈ തീരുമാനം അറിഞ്ഞ ഒരു കാരണവശാലും ശ്യാമ ഇങ്ങനെയൊന്നും പെരുമാറില്ല. അമൃത മാഡം, അതെ, എത്രയും പെട്ടെന്ന് ഫോൺ ശ്യാമ മാഡത്തിന്റെ കയ്യിൽ കൊടുക്ക്. രാധിക സംസാരിച്ചോളും, അമ്മയെന്ന് വിളിച്ചോളും. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ അങ്ങോട്ട് വന്നോളാം. പെട്ടെന്ന് പോ. ശരി. ശ്യാമേ, 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 ശ്യാമേ ഒന്ന് നിക്ക്. ശ്യാമേ നിക്കാൻ. ശ്യാമേ, ശ്യാമേ ഒന്ന് നിക്ക്. ശ്യാമേ.